എല്ലാവർക്കും നമസ്കാരം. ട്രേഡർ ബിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാൻ സാധാരണ നിങ്ങൾക്കറിയാം ട്രേഡിങ്ങിനെ കുറിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് പറയുകയുണ്ടായി ഈ IQ ഓപ്ഷനെക്കുറിച്ചും ഒളിംട്രേഡ് ഇതൊക്കെ എന്താണ്, ശരിക്കും ഇതിൽ വിശ്വസിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. ഞാനിനി നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എനിക്ക് തോന്നുന്നു ആരും നിങ്ങളോട് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ കാണുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് IQ ഓപ്ഷനും ഒളിംട്രേഡും പോലെയുള്ള എല്ലാ സർവീസസിനെക്കുറിച്ചും നല്ലത് മാത്രമേ കേൾക്കാനുള്ളൂ. അത് ശരിക്കും എന്താണ് എന്നുള്ള ഒരു രീതിയിലേക്കൊരു പോസ്റ്റ്മോർട്ടം ആരും ചെയ്തതായിട്ട് കാണുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബേഴ്സ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നവരെല്ലാം യൂട്യൂബിൽ നിന്ന് മണി ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നതാണ്. അല്ലാതെ ഇത് കാണുന്നവരെ അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും രണ്ട് കാര്യം പറയണമെന്ന് ഉദ്ദേശമല്ല. കാരണം ഒരുപാട് ആൾക്കാർ IQ ഓപ്ഷനും ഒളിംട്രേഡും പോലെയുള്ള പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം അട്രാക്റ്റ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ വീഡിയോ കാണും, അപ്പോൾ വ്യൂവർഷിപ്പിലൂടെയുള്ള പൈസ. അത് കൂടാതെ അതിൻ്റെ അടിയിൽ ഇത് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അടിയിലൊരു റെഫറൽ ലിങ്കും കൊടുക്കും. അപ്പോൾ ഒരു ചാടിക്കയറി ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് കൂടി അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. ഒരുപാട് ആൾക്കാർ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും അതിൻ്റെ കൂടെ ഇങ്ങനത്തെ വീഡിയോസും കൂടി കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണകൾ എന്നുള്ളത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ പറഞ്ഞതുപോലെ ട്രേഡേഴ്സിൻ്റെ സാധാരണയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊരു മെയിനായിട്ടുള്ള ഫസ്റ്റ് തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞത്, അതായത് ഓവർനൈറ്റ് നമുക്ക് വലിയ പണക്കാരനാവാന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള സർവീസസിലോട്ട് ആൾക്കാർ ചാടിക്കയറുന്നത്. അതിൻ്റെ കൂടാതെ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ, അതിനെ ഒന്ന് ഈ സർവീസസിനെയൊക്കെ ഒരു നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഇല്ലീഗലായിട്ടുള്ള കുറച്ച് ട്രേഡിങ്സ് ഉണ്ട്. ബൈനറി ഓപ്ഷൻസ് അല്ലെങ്കിൽ CFD, നമുക്ക് ഫോറക്സിലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന CFD, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ബാൻഡാണ്, ഇല്ലീഗലാണ്. നമ്മൾ ഇതുപോലെയുള്ള ഓരോ കമ്പനീസിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരാദ്യം നമുക്ക് തരുന്ന എന്താണ്, ഒരു ഡെമോ അക്കൗണ്ടാണ്. ആ ഡെമോ അക്കൗണ്ടിൽ നമുക്ക് വെർച്വൽ ക്യാഷ് കൊണ്ട് ട്രേഡ് ചെയ്യാം. അന്നേരം ഇതിനൊരു സൈക്കോളജിക്കൽ ഗെയിമാണിത്. ശരിക്കും സ്വാഭാവികമായിട്ടും ആ ഒരു ഗെയിമിൽ നമ്മൾ വിജയിക്കും. പക്ഷേ ഒരുപാട് പൈസ നമ്മൾ ട്രേഡ് ചെയ്യുന്നു, വെർച്വൽ ക്യാഷ് കൊണ്ട് ട്രേഡ് ചെയ്യുന്നു, നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസ വരുന്നു. പക്ഷേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന്, വെർച്വൽ ക്യാഷാണ്. സ്വാഭാവികമായിട്ടും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, അത് റിയൽ ക്യാഷിലേക്ക് മാറ്റിയാൽ കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മളുടെ റിയൽ ആയിട്ടുള്ള മണി അക്കൗണ്ടിലേക്ക് ഇട്ട് ട്രേഡിങ് തുടങ്ങും. അന്നേരമാണ് ഇതിൻ്റെ യഥാർത്ഥ കള്ളക്കളി പുറത്തു വരുന്നത്. കള്ളക്കളി എന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള കമ്പനീസ് നിങ്ങളുടെ കുറേ ആളുടെ പൈസ അക്കൗണ്ടിലായതിനു ശേഷം ക്ലോസ് ചെയ്ത് ഓടിപ്പോവാൻ ഉള്ള ചില കമ്പനീസ് അല്ല. ഇവരിവിടെയൊക്കെ തന്നെ കാണും എല്ലാ കാലത്തും. പക്ഷേ ഇവരുടെ കസ്റ്റമേഴ്സ് മാറി മാറി വരുന്ന മാത്രം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള കമ്പനീസ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പൊന്മുട്ടിടുന്ന താറാവിൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ആൾക്കാർ പറയാറുണ്ട് പൊന്മുട്ടിടുന്ന താറാവിനെ കൊല്ലാൻ പാടില്ല എന്ന്. ഇതുപോലെയുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ഓരോരുത്തരുമാണ് ഈ പൊന്മുട്ടിടുന്ന താറാവ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ലേശം ലേശമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്നുള്ള പൈസ ഒരു വാങ്ങിയെടുത്തുകൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ളൊരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ടി ഒരു സാധാരണ ഷെയർ മാർക്കറ്റിലാണെങ്കിൽ വേറൊരു വ്യക്തിയാണ്. അതായത് ഞാൻ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ NSEയിലോ BSEയിലോ MCXലോ ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്നത് NSEയോ BSEയോ MCXോ അല്ലെങ്കിൽ ബ്രോക്കറോ അല്ല. ശരിക്കും എൻ്റെ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ അവരുമായിട്ടുള്ളൊരു ബിസിനസ്സിനെ ഇതിൽ കൂടെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്, നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ടി ഈ കമ്പനിയാണ്. അതവർ നമ്മളോട് പറയുന്നില്ല. നമ്മൾ വിചാരിക്കും ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ തമ്മിലാണല്ലോ ട്രേഡിങ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങളെ ഇല്ലീഗൽ എന്നുള്ള രീതിയിൽ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടുള്ളതും. ഞാനൊരു ട്രേഡ് എടുത്തെന്ന് വിചാരിക്കുക, അതിൻ്റെ കൗണ്ടർ പാർട്ടി ഈ കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് വിജയിച്ചേ പറ്റൂ. പക്ഷേ എല്ലാ ട്രേഡിലും അവർ വിജയിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അവരിലുള്ള വിശ്വാസം പോകും, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും, അവർ നമുക്ക് ക്യാരറ്റ് കാണിച്ച് 1, 2 കുറച്ച് നമുക്കും തരും, കുറച്ച് അവരും എടുക്കും. പക്ഷെ അവരെടുക്കുന്ന എപ്പോഴും നമുക്ക് തരുന്നതിനേക്കാളും കൂടുതലായിരിക്കും. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് നമ്മളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്,
ഐക്യു ഓപ്ഷൻ പോലെയുള്ള കമ്പനീസിനെ കുറിച്ച് ഹിന്ദിയിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വീഡിയോസിലെ മലയാളത്തിലാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്ര ആൾക്കാരാണ് ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് അവരുടെ പൈസ കളയാൻ വേണ്ടി റെഡി ആയിരിക്കുന്നതെന്നുള്ളത്. കാരണം വ്യൂവേഴ്സ് ഉണ്ടാകുമ്പോഴാണല്ലോ വീഡിയോസ് കൂടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരാണ് നമ്മളുടെ കൗണ്ടർ പാർട്ടി എന്ന്. പക്ഷേ ഇവർ ഒരുപാട് ആൾക്കാർക്ക് പ്രോഫിറ്റ് കൊടുക്കും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ ഈ കാണുന്ന ഷെയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോറക്സ് കറൻസിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള പ്രൈസ് അല്ല നമ്മൾ കാണുന്നത്. ചെറുതായിട്ട് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്രൈസാണ്. അത് ചിലപ്പോൾ 1 രൂപയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ്, ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കറൻസിയാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കും. ഇത് നിങ്ങളതിൻ്റെ കണക്കൊന്നും നോക്കേണ്ട, ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഒരു 1000 രൂപയുടെ കറൻസിയാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. ശരിക്കും ഇവർ കാണിക്കുന്ന കോട്ട് 1001 അല്ലെങ്കിൽ 995 അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കിത് മനസ്സിലാവില്ല. ഈ ഒരു മാനിപ്പുലേഷൻ ഇവരുടെ ലെവലിലാണ് സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു കളി നമ്മൾ കളിക്കാൻ തുടങ്ങുന്നത് നമ്മൾ തോറ്റതിന് ശേഷമാണ്. അതാർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യാം, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ. ഈ ഒരു സംഭവത്തെക്കുറിച്ചൊരു വീഡിയോയെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ എനിക്ക് വന്ന മെസ്സേജസ് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് തോന്നി ഒരുപാട് ആൾക്കാർ ഈ ഒരു ചതിയിൽ പെട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതൊരു അവയർനെസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം പലരും ഈ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുമായിരിക്കും. കാരണം ഐക്യു ഓപ്ഷനും ഒളിംട്രേഡിലും എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് സെർച്ച് ചെയ്ത് വന്നവരായിരിക്കും മിക്കവാറും ഈ വീഡിയോ കാണുന്നത്. പക്ഷേ ഇതൊരു സ്കാമാണ്. സ്കാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 1-2 ദിവസം കൊണ്ട് നിങ്ങളുടെ പൈസ വാങ്ങി പൂട്ടിപ്പോകുന്നൊരു സ്കാമല്ല. അതായത് വളരെ മെല്ലെ 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 നമ്മളുടെ പൈസ വലിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് സ്കാമാണിത്. പക്ഷേ ഈ പറയുന്ന ഐക്യു ഓപ്ഷനോ അല്ലെങ്കിൽ ഒളിംട്രേഡോ ഒന്നും അല്ല ഇതിൽ ആദ്യത്തെ പ്ലേയേഴ്സ്. 10-15 കൊല്ലം മുമ്പ് ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ CFDs അവൈലബിൾ ആണ്. ഈ CFDസിൻ്റെ ആദ്യമൊന്നും പല ആൾക്കാർക്ക് എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഇതിൻ്റെ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്നത് ഇതേ കമ്പനി തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു കാസിനോ പോലെയാണ്. കാസിനോയിൽ നമുക്കറിയാം, ലാസ് വേഗാസിലാണെങ്കിലും ചൈനയിലാണെങ്കിലും തായ്ലൻഡിലാണെങ്കിലും എവിടെയാണെങ്കിലും കാസിനോയുടെ അവസാനത്തെ പ്രോഫിറ്റിംഗ് ആളെന്ന് പറയുന്നത് ആ കമ്പനിയാണ്, ആ കാസിനോ ആണ്. നമ്മൾ എത്ര ആൾ കളിച്ചാലും എത്ര ആൾ ജയിച്ചാലും അവസാനം പ്രോഫിറ്റിലുണ്ടാകുന്നത് ആ കാസിനോ തന്നെയാണ്. കാരണം ഇതൊരു പ്രോബബിലിറ്റി ഗെയിമാണ്. ഈ പ്രോബബിലിറ്റി ഗെയിമിൻ്റെ മുകളിൽ പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ മുമ്പിൽ എത്തുന്നത്. നമുക്കൊരിക്കലും മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ചെറിയ എമൗണ്ട് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. ഒരിക്കലും ഈ പൈസ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരില്ല. കാരണം എന്താ അറിയോ, ഇങ്ങനെ കുറച്ച് പൈസ കിട്ടുമ്പോൾ നമുക്ക് അത്യാഗ്രഹം, ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്. നമുക്ക് അത്യാഗ്രഹം സ്വാഭാവികമായിട്ടും കൂടും. അത് ഏതൊരു ട്രേഡിങ്ങിനാണെങ്കിലും നമുക്ക് കൂടും. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന പൈസയൊക്കെ അങ്ങോട്ട് തന്നെ ഇടും. ഇടയ്ക്ക് കുറച്ച് പോകും. അന്നേരം നമ്മൾ വിചാരിക്കും ട്രേഡിങ്ങിൽ തോൽവിയും ജയമൊക്കെ ഉണ്ടാകുന്നൊക്കെയുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അന്നേരം നമ്മൾ വിചാരിക്കും അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയായി കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാന്ന് മനസ്സിലായി. പക്ഷേ ആരോടെങ്കിലും പറയാനോ ഒന്നും പറ്റില്ല. നമ്മൾ ആ പരിപാടി നിർത്തി നമ്മളുടെ വഴിക്ക് പോകും. പക്ഷേ നമ്മളുടെ ഓൾറെഡി ഒരു എമൗണ്ട് അവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാകും. പുതിയൊരു കസ്റ്റമർ വരും, അയാളും ഇങ്ങനെയാവും. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, കുറേയൊക്കെ പ്രോഫിറ്റ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് നമ്മൾ തോറ്റ ഒരു ഗെയിമാണ് കളിക്കാൻ തുടങ്ങുന്നത് എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. പിന്നെ ചില ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്, ഈ ഒരു ട്രേഡിങ്ങും നമ്മളുടെ നോർമൽ മാർക്കറ്റിലെ ട്രേഡിങ്ങും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന്. വലിയൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു തന്നെയാണ്, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നമ്മളൊരു ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിലെങ്കിൽ, ഇതുപോലെയുള്ള മാർക്കറ്റിൽ ഒരു കൗണ്ടർ പാർട്ടി എന്ന് പറയുന്നത് ആ കമ്പനി തന്നെയാണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ ഈ റെഗുലേറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഞാനൊരു നേരത്തെ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇന്ത്യയുടെ ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഇതൊക്കെ നമ്മളുടെ ഇന്ത്യയിലത്തെ മാർക്കറ്റൊക്കെ കൺട്രോൾ റെഗുലേറ്റ് ചെയ്യുന്ന സെബിയാണ്. അപ്പോൾ സെബി പോലെയുള്ളൊരു റെഗുലേറ്റർ മുകളിലുണ്ടാകുമ്പോൾ അതിൻ്റെ താഴെയുള്ള എക്സ്ചേഞ്ചസും ബ്രോക്കറേജസൊക്കെ വളരെ ഡീസൻ്റായിട്ട് മാത്രമേ പെരുമാറുള്ളൂ. അതല്ല ഇനിയിപ്പോൾ അവർ കുറച്ചൊരു ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്തു, കസ്റ്റമേഴ്സിനെ ചതിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് തന്നെ വിചാരിച്ചോളൂ. പക്ഷേ അതിനെ ഇവർ കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ പൈസ എപ്പോഴും സേഫ് ആയിരിക്കും വിശ്വസിക്കാൻ പറ്റും. റീസെൻറ്റ് എക്സാമ്പിളായിട്ട് നമുക്കറിയാം, കാർവി സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനി, സറോദയെ പോലെയോ അല്ലെങ്കിൽ ICICI ഡയറക്റ്റിനെ പോലെയുള്ളൊരു കമ്പനിയായിരുന്നു. അവർ ഈ ഷെയർസ്, അതായത് ക്ലയൻസിൻ്റെ ഷെയർസ് എടുത്ത് ലോൺ എടുത്ത് അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് മാറ്റിയിട്ടാണ് അവരുടെ ലൈസൻസ് ഇപ്പം കട്ട് ചെയ്തത്. അതിനുശേഷം ഈ സെബിയൊക്കെ ഇടപെട്ടിട്ട് തന്നെ ഈ കസ്റ്റമേഴ്സിൻ്റെ പോയ ഷെയർസൊക്കെ അവർ തിരിച്ച് കസ്റ്റമേഴ്സിന് തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുകയുണ്ടായി. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുക.
ഒരു 1000-10,000 രൂപ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത്ര സീരിയസ്നെസ് ഉണ്ടാവില്ല. അതേസമയത്ത് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പോയി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ചൂട് മനസ്സിലാവും, ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമായിരുന്നു എന്ന്. അന്നേരം നിങ്ങൾക്ക് ആരുടെ അടുത്ത് പോകാൻ പറ്റും? ഒന്നും പറ്റില്ല. ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇത് വേറൊരു സൈഡാണ്. ഇതും ഒരു സൈക്കോളജി ഇഷ്യൂ ആണ്. IQ ഓപ്ഷൻ്റെ പ്രോഫിറ്റ് ഉണ്ട്, ഞാൻ കാർ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോ ഇടാം. പക്ഷേ ലോസ് കിട്ടി ആരെങ്കിലും പറയുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയാൻ നമുക്കൊരു ഷെയിമാണ്, നാണക്കേടാണ്, പുറത്ത് ആൾക്കാരോട് പറയാനുള്ളൊരു നാണക്കേടാണ്. അതുകൊണ്ട് നമ്മൾ പറയില്ല, മിണ്ടാതിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് മാത്രമാണ് നഷ്ടം. ഇത്രയും കാര്യം പറഞ്ഞതിനെ കൊണ്ട് ഞാൻ നിങ്ങളുടെ തീരുമാനത്തെ മാറ്റാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക, നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ളത് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞു തരാനായിരിക്കും. സോറി, ഞാൻ ഈ ഒരു സംഭവത്തിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല, ഒരിക്കലും ട്രേഡ് ചെയ്യുകയില്ല. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് അറിയുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് യൂട്യൂബിലെ വീഡിയോ കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കി ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്യാൻ കാരണം തന്നെ ഇതുപോലെയുള്ള ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് ആകുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.